ജർമ്മനിയിൽ വൻ ബാങ്ക് കവർച്ച. 30 ലക്ഷം യൂറോ, അതായത് 270 കോടിയിലധികം രൂപയാണ് കൊള്ളക്കാർ ബാങ്കിൽ നിന്നും കവർന്നത്. Die Schadenshöhe können wir aktuell nur ansatzweise beziffern. Allerdings, wenn wir von mehr als 3 ക്രിസ്മസ് അവധിക്കാലം മുതലെടുത്താണ് മോഷ്ടാക്കൾ കവർച്ച നടത്തിയതെന്നാണ് നിഗമനം. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ സംസ്ഥാനത്തെ ഗെൽസൻ കിർച്ചൻ നഗരത്തിലാണ് പുതുവർഷത്തലേന്ന് ഞെട്ടിക്കുന്ന കവർച്ച അരങ്ങേറിയത്. ബാങ്കിന്റെ ഓൾട്ട് റൂമിലേക്ക് തുരങ്കം നിർമ്മിച്ചും വലിയ ഡ്രില്ലുകൾ ഉപയോഗിച്ചും കയറിയ സംഘം പണവും സ്വർണവും ആഭരണങ്ങളും കവർന്നു. ബാങ്കിന് സമീപമുള്ള പാർക്കിംഗ് ഗ്യാരേജിൽ നിന്ന് ഓൾട്ട് റൂമിലേക്ക് ഡ്രില്ല് ചെയ്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ക്രിസ്മസ് പ്രമാണിച്ച് വ്യാഴം മുതൽ ഞായർ വരെ ജർമ്മനിയിൽ ബാങ്കുകൾ അവധിയായിരുന്നു. ഈ സമയമാണ് മോഷ്ടാക്കൾ മുതലെടുത്തത്. ക്രിസ്മസ് അവധിക്കാലം മോഷ്ടാക്കൾ ബാങ്കിനുള്ളിൽ ചെലവഴിച്ചതായും പോലീസ് സംശയിക്കുന്നു. ബാങ്കിലുണ്ടായിരുന്ന 3250 സേഫ് ഡിപ്പോസിറ്റ് ലോക്കറുകളിൽ 3000 എണ്ണവും തകർത്തു. ഏകദേശം 270 കോടിയിലധികം രൂപ വിലമതിക്കുന്ന പണവും ആഭരണങ്ങളും നഷ്ടമായതായി പ്രാഥമികമായി ബാങ്ക് അധികൃതർ വിലയിരുത്തി. പല ഇടപാടുകാരുടെയും നഷ്ടം ഇൻഷുറൻസ് തുകയേക്കാൾ കൂടുതലാണ്. പ്രശസ്ത ഹോളിവുഡ് ചലച്ചിത്രമായ ഓഷ്യൻസ് 11 പോലെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കവർച്ച. തിങ്കളാഴ്ച പുലർച്ചെ കാറിൽ ഒരു മുഖംമൂടി സംഘം രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ച കാറിന്റെ നമ്പർ പ്ലേറ്റും മോഷ്ടിച്ചതാണെന്ന് പിന്നീട് കണ്ടെത്തി. കവർച്ച നടന്ന വിവരം പുറത്തറിഞ്ഞതോടെ ഇടപാടുകാരും നിക്ഷേപകരും ബാങ്കിന് മുന്നിൽ തടിച്ചുകൂടി. സുരക്ഷാ കാരണങ്ങളാൽ ബാങ്ക് താൽക്കാലികമായി അടച്ചു. പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നുണ്ടെങ്കിലും പ്രതികളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തിങ്കളാഴ്ച ഫയർ അലാം അടിച്ചപ്പോൾ മാത്രമാണ് കവർച്ച പുറത്തറിയുന്നത്. പരിശോധനയിൽ ബാങ്കിന്റെ ചുമര് തുറന്നതായി കണ്ടെത്തി. ശനി ഞായർ രാത്രികളിലായി വലിയ ബാഗുകളിലായി ചിലരെ പാർക്കിംഗ് ഗ്യാരേജിനടുത്തായി കണ്ടുവന്ന ദൃക്സാക്ഷികളും പോലീസിനെ അറിയിച്ചു. കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയും അവധി ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് ബാങ്കിനുള്ളിൽ കഴിഞ്ഞുമാണ് മോഷ്ടാക്കൾ കവർച്ച കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം.